നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആവേശം വാനോളം ഉയർന്ന 2026 T20 ലോകകപ്പ് കപ്പിൽ ക്ലാസിക് പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ വൻ വിജയമാണ് ഇന്ത്യ നേടിയത്. കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 61 റൺസിന്റെ കൂറ്റൻ ജയമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സ്വന്തമാക്കിയത്. 176 റൺസ് പിന്തുടർന്ന പാകിസ്ഥാന് 114 റൺസിന് പൊരുതാൻ പോലും കഴിയാതെ തകർന്നു വീഴുകയായിരുന്നു. 2020 ചരിത്രത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തോൽവിയാണ് ഇത്. അതേസമയം തോൽവിക്ക് പിന്നാലെ ഒരു പാക് ആരാധകൻ തന്റെ TV ബാറ്റ് ഉപയോഗിച്ച് തല്ലിപ്പൊട്ടിക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകുന്നത്. ഇന്ത്യ വീണ്ടും തങ്ങളെ തോൽപ്പിച്ചതിനാൽ സങ്കടം സഹിക്കാൻ കഴിയാതെ TV തകർക്കുകയാണ് എന്ന കുറിപ്പോടുകൂടിയാണ് പാക് ആരാധകർ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. ബുംറയെ നേരിടാൻ തങ്ങളുടെ പക്കൽ മരുന്നില്ല, ഹർദിക്കിനെ എങ്ങനെ നേരിടുമെന്നും അറിയില്ല, ഇന്ത്യ എല്ലാറ്റിലും തങ്ങളെക്കാൾ മുന്നിലാണ്, സ്റ്റേഡിയത്തിൽ നിന്ന് നിരാശയോടെ മടങ്ങിയ ഒരു പാക് ആരാധകൻ പറഞ്ഞു. ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് പ്രകടനമായിരുന്നു ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് മുതൽക്കൂട്ടായത്. 40 പന്തിൽ നിന്ന് 77 റൺസാണ് ഇഷാൻ അടിച്ചുകൂട്ടിയത്. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ഇഷാൻ നടത്തിയ വിരുന്ന് ഇന്ത്യയെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 എന്ന മികച്ച സ്കോറിൽ എത്തിച്ചു. പവർ പ്ലേയിൽ തന്നെ ഇന്ത്യ 52 റൺസ് അടിച്ചുകൂട്ടിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന്റെ തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു എന്നുള്ളതും സത്യമാണ്. 17 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ എടുത്ത ജസ്പ്രീത് ബുംറയും 16 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ എടുത്ത ഹർദിക്കും ചേർന്ന് പാക് മുൻനിരയുടെ നടുവൊടിച്ചു. ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയും ബാബർ അസും നിരാശപ്പെടുത്തിയതോടെ പാകിസ്ഥാന് 13 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. ഇന്ത്യൻ സ്പിന്നർമാരായ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, തിലക് വർമ്മ എന്നിവർ പാക് ബാറ്റിംഗിന്റെ പതനം പൂർത്തിയാക്കുകയായിരുന്നു. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 8-1 ആധിപത്യം ഉറപ്പിച്ചു. മത്സരം തുടങ്ങുന്നതിന് 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ ടീം തകർന്നടിയുന്നതിനിടയിൽ സ്റ്റേഡിയം വിട്ട PCB ചെയർമാൻ മൊഹസിൻ നഖ്വി ഞായറാഴ്ച നടന്ന പോരാട്ടത്തിൽ 61 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തത്. ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ 8ാം വിജയമായിരുന്നു ഇത്. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ തകർച്ച നേരിട്ടപ്പോഴാണ് ചെയർമാന്റെ മടക്കം. പാക് നിരയിൽ മുഹമ്മദ് നവാസ് കൂടി പുറത്തായതോടെ സ്കോർ 6-78 എന്ന നിലയിലായി. ഈ ദയനീയ പ്രകടനം നേരിട്ട് കണ്ട നഖ്വി തൊട്ടു പിന്നാലെ കറുത്ത കാറിൽ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം നേരത്തെ മടങ്ങിയതിന് ഔദ്യോഗിക വിശദീകരണമൊന്നും ലഭ്യമായിട്ടുമില്ല. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് നേടിയത്. ഇഷാൻ കിഷൻ 77 റൺസുമായി തിളങ്ങി. അഭിഷേക് ശർമ്മ 0-ന് പുറത്തായെങ്കിലും തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഷിംവ ദുബെ, റിങ്കു സിംഗ് എന്നിവരുടെ സംഭാവനകൾ ഇന്ത്യയെ 20 ഓവറിൽ 175/7 എന്ന സ്കോറിലെത്തിച്ചു. പാകിസ്ഥാനായി സയ്യിം അയൂബ് 3 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു. 34 റൺസ് എടുക്കുന്നതിനിടയിൽ അവർക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായി. 44 റൺസ് എടുത്ത ഉസ്മാൻ ഖാൻ മാത്രമാണ് അല്പമെങ്കിലും ചെറുത്തുനിൽപ്പ് നടത്തിയത്.